മൈ ലോർഡ്. ഓക്കെ, കൃഷ്ണൻ ബുദ്ധി വളർച്ചയുള്ളയാളാണ്. ബട്ട് വൈ പെറ്റീഷണർ എന്തുകൊണ്ട് കോർട്ടിൽ വരുന്നില്ല? അതെന്തുകൊണ്ടാണെന്ന് അറിയണം. ഒബ്ജക്ഷൻ മൈ ലോർഡ്. സിവിൽ കേസുകളിൽ പെറ്റീഷണർ കോടതിയിൽ വരണമെന്ന് നിർബന്ധമില്ല. നിർബന്ധമില്ലാത്തത് തന്നെയാ, പക്ഷേ ഇതൊരു കസ്റ്റഡി കേസാണ്. എതിർവക്കീൽ പ്രതിയെ ചോദ്യം ചെയ്യണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വന്നേ പറ്റൂ. യെസ് മൈ ലോർഡ്. പക്ഷേ ആ സമയം തന്നെ കുട്ടിക്ക് ആരുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹമെന്ന് കോടതി അറിയണം. സോ കുട്ടിയും കോടതി. മൈ ലോർഡ്, ഒരു കുട്ടിയെ വിറ്റ്നസ് ആയിട്ടുണ്ടോ? കുട്ടിയെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യൂ. ദ കോർട്ട് ഈസ് അഡ്ജേൺ. ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ടോ? എല്ലാവരും ഉണ്ട് സാർ. ഇതുവരെ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടിരിക്കാം. എന്നാൽ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് അവൾ മാത്രമല്ല, അവളുടെ കൂടെയുള്ള എല്ലാവരും മറുപടി പറഞ്ഞേ പറ്റൂ. ഈ കേസിനൊരു അവസാനം ഞാൻ കണ്ടിരിക്കും. ഓക്കെ, ഞാൻ പറയുന്ന ചില പോയിന്റ്സുകളെല്ലാം നോട്ട് ചെയ്യണം. ഇതുവരെ കളിച്ച കളിയല്ല കളി. നാളെ എടുക്കാൻ പോകുന്ന റിസ്ക്. കോടതിയിൽ നമ്മൾ കള്ളം പറഞ്ഞ കാര്യം അറിഞ്ഞാൽ ബാർ കൗൺസിലിൽ നിന്ന് നമ്മളെ പുറത്താക്കും. ഭാഷ്യം സാർ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. കൃഷ്ണന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കെന്തോ കൃഷ്ണനെ നാളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതല്ലെന്നാ തോന്നുന്നത്. അറിയാം. എന്ത് പറ്റി കൃഷ്ണ? കൃഷ്ണ കൃഷ്ണ എന്താ കൃഷ്ണ പറ്റിയ? പേടി, എനിക്ക് പേടി. നിലായിക്ക് പേടിക്കണ്ട കൊച്ചമ്മേ, ഇത് ചെറിയൊരു ഉളുക്കാ. കുഴമ്പ് തേച്ചിട്ടുണ്ട്, നാളെ കാലത്ത് ശരിയാവും. കൊച്ചമ്മ പോയി കിടന്നോളൂ. ഷീസ് ഓൾ റൈറ്റ് നോ. ഒന്നും ഓർത്ത് വിഷമിക്കാതെ പോയി കിടന്നോളൂ. അച്ഛനെ കാണണം. അച്ഛന് സുഖമില്ലാതിരിക്കല്ലേ? എന്തിനാ കള്ളം പറയുന്നേ? അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട്. അച്ഛൻ എന്തിനാ? ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ. ഇഷ്ടല്ലേ? ശ്വേതയും അച്ഛൻ്റെ കൂടെ അല്ലേ? എനിക്ക് എൻ്റെ അച്ഛനെ വേണം. എക്സ്ക്യൂസ് മീ സാർ, എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. സ്ലോ. ഇതെന്തു പറ്റി? എൻ്റെ സ്റ്റാൻഡിങ്ങിന് ചെറിയൊരു ചലനമെന്ന് ഞാൻ വിചാരിച്ചു പോയി. ഇപ്പോഴാണ് മനസ്സിലായത് ബേസ്മെൻറ്റ് പ്രോബ്ലം ഉണ്ടെന്ന്. സാറേ അത് എന്തോന്ന് സാറാടാ? ഞാനൊരു ജോക്കറായി തോന്നിയല്ലേ? എനിക്കെല്ലാം മനസ്സിലായടാ. കറുത്ത ആടുകൾക്കിടയിലുള്ള വെളുത്ത ആടിനെ കണ്ടുപിടിക്കുവാൻ വേണ്ടിയാ
ഞാനാ എക്സാം നടത്തിയത്. സാർ നിന്റെ ഫോണിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ 4 മണി 4:05 തന്നെ അനുവിൻ്റെ അസിസ്റ്റന്റ് പ്രിയയ്ക്ക് ഫോൺ ചെയ്ത് 5 മിനിറ്റിനുള്ളിൽ നിന്റെ സിൻസിയാറിറ്റി തെളിയിച്ചിരിക്കുന്നു. സാർ ഇല്ല, എന്താണ് പ്ലാൻ? കൃഷ്ണനെ നാളെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നില്ല സാറേ. എന്താ? കൃഷ്ണനെ കടത്തിക്കൊണ്ട് പോയി. ആരെ? സാർ തന്നെയാണ് അതാ കോർട്ടിൽ പറയാൻ പോകുന്നത്. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇത്രയും നാളും എൻ്റെ ചോറും അവിടെ കൂറുമല്ലേ? ഇന്നൊരു ദിവസം എനിക്ക് സിൻസിയർ ആയിരിക്കാൻ പോകുന്നു. സാറേ സെയിം പ്ലാൻ. രണ്ടു കുട്ടിയെ കാണാൻ പോകാം, വാ. എൻ്റെ 20 വർഷത്തെ സർവീസിൽ ഞാൻ എത്ര പേരെ കണ്ടിട്ടുണ്ടടാ. എന്നാൽ ഞാൻ മനസ്സിലാഗ്രഹിച്ചത് നിന്നെ തന്നെയാണ്. നില വേണം, കാണണം. നാളെ നീ കോർട്ടിൽ ഇത് തന്നെ പറയണം. നീ ആരാണെന്ന് ഞാനും പറയാം. വാതിലൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. കൃഷ്ണൻ എങ്ങനെ പുറത്തേക്ക് പോയെന്ന് ആർക്കും അറിയില്ല. ദൂരെ എങ്ങും പോയി കാണത്തില്ല. പോയാൽ നിലയെ കാണാൻ രാജേന്ദ്രൻ്റെ വീട് വരെ പോകും. കൃഷ്ണൻ അറിയാവുന്ന ഒരേ ഒരു സ്ഥലം ഇതാണ്. ഇവിടെയും വന്നില്ലെങ്കിൽ അതെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതാ നീ താഴെ. അവനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നീ രക്ഷപ്പെടുത്താൻ നോക്കുവാണല്ലേ? വീണ്ടും നീ എന്നെ മണ്ടനാക്കാൻ നോക്കുന്നു. സത്യമായിട്ട് എനിക്കും ഇതിന് ഒരു സംബന്ധമില്ല സാറേ. അവൻ തന്നെ രക്ഷപ്പെട്ടു പോയതാ സാറേ. ബുദ്ധി വളർച്ചയില്ലാത്തവൻ അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. നീയാണ് അവനെ. സാറേ പറയുന്നത് കേൾക്ക് സാറേ, പ്ലീസ്. എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല സാറേ. Shut up! ഒരു കാര്യം നിന്നോട് ഞാൻ ആവശ്യപ്പെടുക. സാറേ സാറേ 1 മണിക്കൂറിനുള്ളിൽ അവൻ ഇവിടെ വന്നില്ലെങ്കിൽ വേഗം പോ, വേഗം പോ, വേഗം പോ. എന്താ മോനെ, എന്താ ചുമക്കുന്നത്? പനിയുണ്ടോ? ആ അയ്യോ. ആ ഹരീഷ്, ഒന്നുമില്ല. ആ അവൾ എവിടെ പോയി കിടക്കുക? ഒന്നുമില്ല മോനെ. ഹലോ, വണ്ടി ഒന്ന് നിർത്ത്. നീ എവിടെയായിരുന്നു ഇതുവരെ?
ഫോൺ വരെ നീ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ? നന്ദു, ആ കൃഷ്ണനെ കാണുന്നില്ല. അമ്മയ്ക്ക് ശരീരത്തിന് സുഖമില്ല, എനിക്ക് പോണം. എനിക്ക് പോണം. ശരി, നീ പൊക്കോ, ഞാൻ നോക്കിക്കോളാം. എന്താ ജാനകി, 103 ഡിഗ്രി പനിയുണ്ടല്ലോ. എന്താ ഇത്രയ്ക്ക് അശ്രദ്ധ കാണിക്കുന്നേ? കുഞ്ഞുങ്ങളുടെ കാര്യം ശരിക്കും നോക്കേണ്ടതല്ലേ? അത് കഴിഞ്ഞല്ലേ ബാക്കി കാര്യം. നാട് നന്നാക്കലൊക്കെ പിന്നെ ആവാം. എന്തു പറ്റി? ഇപ്പോഴാ തോന്നിയത് എന്താണെന്ന് ചോദിക്കാൻ. പിന്നല്ലാതെ പ്രായം കൂടിയ ശേഷം കുട്ടികളുണ്ടായാൽ ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കൂ. എങ്ങോട്ടാണ് പോകുന്നത്? എന്നാ ഇവൻ എങ്ങനെ എന്താണത്? ഇങ്ങ് തരൂ. പനിക്ക് ക്രോസിൻ, ചുമയ്ക്ക് ടിക്സിലിസ്. ഇതേ മരുന്ന് തന്നെയാ ഞാൻ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്നത്. ജാനകി, ഇയാൾ ആരാണ്? ഡോക്ടർ. എന്താ വക്കീലെ, സ്ഥിരമായിട്ട് ഡോക്ടർ നിർത്തിയിരിക്കണോ? ഞാൻ വഴക്ക് പറഞ്ഞെന്ന് കരുതി എന്റെ ജോലി കളയല്ലേ? ദാ ജാനകി, ഈ മരുന്ന് 5 ദിവസത്തേക്കുണ്ട്. ആഹാരം കഴിച്ച ശേഷം കൊടുത്താൽ മതി. ശരി ഡോക്ടർ. കൃഷ്ണൻ നല്ലവർക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടാവും, എന്നാൽ തീർച്ചയായിട്ടും ജയിക്കും. ഡോണ്ട് ഗിവ് അപ്പ്. Thank you.